എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പും പൂർത്തിയായിരിക്കുകയാണ്. 7 ജില്ലകളിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഒടുവിൽ ലഭിച്ച കണക്കനുസരിച്ച് 75.08% പോളിംഗ് ശതമാനം. സമയം കഴിഞ്ഞിട്ടും പലയിടത്തും ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിര ഈ സമയത്തുമുണ്ട്. ഇവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അവസരമൊരുക്കും. കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് വയനാട്ടിലാണ്. തൃശൂരിലാണ് കുറഞ്ഞ പോളിംഗ് ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരിയും കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂരുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം പ്രസാദിലേക്ക് പോകാം തോന്നുന്നു. പ്രസാദ്, എന്തായാലും വോട്ട് ഏകദേശം പോളിംഗ് പൂർത്തിയാകുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കണക്കുകളൊക്കെ വരുന്നുണ്ട്. മികച്ച പോളിംഗ് ആണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ്. എല്ലാവരും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടവകാശം ഫലപ്രദമായി തന്നെ വിനിയോഗിച്ചു എന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയിപ്പോൾ മുന്നണികളൊക്കെ കൂട്ടിയും കിടിച്ചുമൊക്കെ തുടങ്ങും. അപ്പോൾ ഈ വോട്ട് കണക്കുകൾ ഈ ഒരു സമയത്ത് ഏത് രീതിയിലാണ് പുറത്തു വരുന്നത്? സ്വാതി, ആദ്യഘട്ട വോട്ടെടുപ്പിൽ കാര്യമായ പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നില്ല എങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പലയിടത്തും ഇപ്പോൾ നടന്ന 7 ജില്ലകളിലും നല്ല രീതിയിലുള്ള പോളിംഗ് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത് വയനാട് ജില്ലയിലാണ്. വയനാട് 77.34% പേർ ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം. അതിലിനി 1% അധികം ചിലപ്പോൾ ഒരുപക്ഷെ മാറ്റങ്ങൾ വരാം. 0.03. തൃശ്ശൂരാണ് ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, 71.88. പാലക്കാട് 75.6%, മലപ്പുറത്ത് 76.85% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് തദ്ദേശ പഞ്ചായത്തിലാണെങ്കിലും നഗരസഭകളിലാണെങ്കിലും അതോടൊപ്പം തന്നെ കോർപ്പറേഷനിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പോളിംഗ് ഉണ്ടായി എന്നുള്ളതാണ്. കോർപ്പറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂരിൽ ഏറ്റവും കുറവാണ്. അവിടെ ശരാശരി തന്നെ കുറവാണ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ 61.89% അവിടെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കോഴിക്കോട് 68.77%. കഴിഞ്ഞ തവണ അവിടെ 70%-ഓളമായിരുന്നു കോഴിക്കോട് കോർപ്പറേഷനിൽ ഉണ്ടായിരുന്ന പോളിംഗ് ശതമാനം 2020. കണ്ണൂരിൽ 68.72% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നഗരസഭകളിലും അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളിലും തന്നെയാണ് നല്ല കനത്ത പോളിംഗ് നടക്കുന്നത്. സ്വാഭാവികമായും പ്രാദേശിക തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്നത് ഈ പറയുന്ന നഗരസഭകളിലും പഞ്ചായത്തുകളിലും തന്നെയാണ്. അവിടങ്ങളിലെല്ലാം തന്നെ മികച്ച രീതിയിലുള്ള പോളിംഗ് ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. ഇതിൽ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറം നമ്മളിപ്പോൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, അതോടൊപ്പം തന്നെ സ്വർണ്ണപ്പാളി വിഷയം, അങ്ങനെ എല്ലാ വിഷയങ്ങളും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയായി വരുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഇത് എങ്ങനെയാണ് ആർക്കാണ് ഗുണകരമാകുക എന്നുള്ളതെല്ലാം നമുക്ക് ഇനി ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രമേ വേണ്ടൂ. ഇരു മുന്നണികളും ഒരുപോലെ ആത്മവിശ്വാസത്തിലാണ്. LDF സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഈ സർക്കാർ ഇന്നിപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും LDF കൺവീനർ ആണെങ്കിലും എല്ലാം ഒരുപോലെ പറയുന്നത് സർക്കാരിന്റെ നേട്ടങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ കൂടി വിലയിരുത്തലായി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാം. സർക്കാരിന്റെ നേട്ടങ്ങൾ സ്വാഭാവികമായും ഗുണകരമായി തീരുമെന്ന് പറയുന്നുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർ പറയുന്നത് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ, വിവാദങ്ങളെല്ലാം തന്നെ അത് UDF-ന് ഗുണകരമായി തീരും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അവരെ ബാധിക്കില്ല. അതിൽ കോൺഗ്രസ് നടപടിയെടുത്തു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അത് പ്രാദേശികമായി ഒരു തരത്തിലും അതിനെ ബാധിക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് UDF-ന്റെ നേതാക്കൾ പറയുന്നത്. BJP സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ ഇത്തവണ കഴിയും എന്ന പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നു. എന്തായാലും അവർക്കെല്ലാം തന്നെ പ്രതീക്ഷ നൽകുന്ന തരത്തിലേക്ക് ഇതിന്റെ പോളിംഗ് ശതമാനത്തിൽ വർധനവ് അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിനെ നമുക്ക് ഒന്നാം ഘട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് ആ മാറ്റം നമുക്ക് മനസ്സിലാക്കുക. എന്തായാലും കഴിഞ്ഞ തവണത്തെ അത്രത്തോളം വരുന്നില്ല, നേരിയ വ്യത്യാസങ്ങളാണ് പലയിടങ്ങളിലും കാണുന്നത്. എന്നാലും ഇത്തവണ ഈ രണ്ടാം ഘട്ടത്തിൽ മികച്ച പോളിംഗ് തന്നെയാണ് 7 ജില്ലകളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്.